നമസ്കാരം. സഹാർ റൈസ് പ്ലസിൻ്റെ PSC ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ അടുത്ത വരാൻ പോകുന്ന 2026 ഒട്ടനേകം പരീക്ഷകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഡിഗ്രി ലെവൽ എക്സാംസ് ഒരുപാട് വരുന്നുണ്ട്. കമ്പനി ബോർഡ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് മുതലായ എക്സാംസ് ഒരുപാടുണ്ട്. അതിൻ്റെയൊക്കെ പ്രിലിംസ് എക്സാമും മെയിൻസ് എക്സാമും ഒക്കെ എഴുതാനായിട്ട് വളരെ ആവേശത്തോടു കൂടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് INC എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിലൊരു ഫസ്റ്റ് പാർട്ട് നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് INC ഫോം ചെയ്ത് വന്നത്, എന്തൊക്കെയായിരുന്നു INCയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ, അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത് എക്സാമിന്. നമ്മൾ ചുമ്മാ പഠിച്ചുകൊണ്ട് പോയാൽ GK ഫാക്ട് മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ എഴുതാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ കണ്ടതാ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടതാ, ഒക്കെ നമ്മൾ പഠിച്ചതാ. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് INCയുടെ അടുത്തൊരു പാർട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു ക്ലാസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം. ഓക്കെ, നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിരുന്ന വനിതകൾ ആരെല്ലാം? നമുക്കിതാ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ആരൊക്കെയാണ് നമ്മുടെ INCയുടെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിരുന്ന വനിതകൾ? സരോജിനി നായിഡു ഉണ്ട്, മഹാദേവി ചതോപാധ്യായ ഉണ്ട്, നെല്ലി ഗുപ്തയുണ്ട്, ആനി ബെസന്റ് ഉണ്ട്. ഇതിൽ ആരൊക്കെയാണ് INCയുടെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചിരുന്ന വനിതകൾ? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ A 1ഉം 2ഉം ശരി, ഓപ്ഷൻ B 2ഉം 3ഉം 4ഉം ശരി, ഓപ്ഷൻ C എല്ലാം ശരി, D 4 മാത്രം ശരി. അപ്പോൾ ഇത് നമ്മുടെ PSCയുടെ പുതിയ മോഡൽ രീതി വെച്ചിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ നമുക്ക് ചിലർക്കൊക്കെ അറിയാമായിരിക്കും. ആൻസർ നമുക്ക് നമ്മൾ ഈ ടോപ്പിക്ക് പഠിച്ച ശേഷം നിങ്ങൾക്ക് വളരെ നിഷ്പ്രയാസം ഇതിൻ്റെ ആൻസർ പറയാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഒരു PSC ക്വസ്റ്റ്യനാണ്. ഈ രീതിയിലായിരിക്കും ക്വസ്റ്റ്യനുകൾ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ എങ്ങനെ ഉത്തരം എഴുതാം എന്ന് നമ്മൾ ഈ ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് വ്യക്തമായൊരു ധാരണ കിട്ടും. കഴിഞ്ഞ ക്ലാസ് നന്നായിട്ട് കണ്ടവർക്ക് ഏകദേശം നമ്മുടെ ആ പാറ്റേണൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലായി കാണും. എന്നാൽ നമുക്ക് അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ ഇവിടെ നോക്കാം. നോക്കുക. താഴെ പറയുന്നവയിൽ ദാദാഭായി നവറോജിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ക്വസ്റ്റ്യൻ ഏതാടെ? ആ താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ദാദാഭായി നവറോജിയുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാ ചോദിച്ചിരിക്കുന്നത്? 1. ലണ്ടൻ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചു. രൂപീകരിച്ചോ? അറിയാവോ? കുറച്ച് പേരൊക്കെ അറിയാവുന്നവരുണ്ട്, എന്നാലും നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ? നമ്മൾ പഠിക്കും. ഓക്കെ. രണ്ടാമത് നോക്കിക്കേ. കോൺഗ്രസിലെ തീവ്രവാദി നേതാവായിരുന്നു. കഴിഞ്ഞ ക്ലാസ് കണ്ട ആളുകൾക്ക് ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് തീർച്ചയായിട്ടും അറിയാം. മിതവാദി നേതാവായിരുന്നോ? അതെ, തീവ്രവാദി നേതാവായിരുന്നു. അദ്ദേഹം മിതവാദികളുടെ ഗ്രൂപ്പിലായിരുന്നു. നമ്മൾ പഠിച്ചതാണ്. അടുത്തത് 3 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ വ്യക്തിയാണ് ആര്? ദാദാഭായ് നവറോജി. സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? അടുത്തത് പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതി രചിച്ചത് ദാദാഭായ് നവറോജിയാണ്. അപ്പോൾ ഈ 4 സ്റ്റേറ്റ്മെന്റ്, ഒരാളെ കുറിച്ച് തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റ്, ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ് PSC ചോദിച്ചിരിക്കുന്നത്. ഇവിടെയും ഉണ്ട് 4 ഓപ്ഷൻസ്. 1, 2 ശരി, 2, 4 ശരി, 1, 2, 4 ശരി, 4 മാത്രം ശരി. ഏതാ ഉത്തരം? ഏതാ ഉത്തരം? ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയാം, കുറച്ചൊക്കെ വർക്കൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഉത്തരം പറയാൻ പറ്റും. എന്നാലും നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ, ഇങ്ങനെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിട്ടുണ്ട് എന്ന് മാത്രം അറിഞ്ഞിരിക്കുക. ഇതിൻ്റെയൊക്കെ ആൻസറിലേക്ക് നമുക്ക് വരാം. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ വായിച്ചു നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് സരോജിനി നായിഡു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് സരോജിനി നായിഡു ആയിരുന്നു. ശരിയാണോ തെറ്റാണോ? അറിയാമോ? അറിയാമോ? കുറച്ച് പേർക്കൊക്കെ അറിയാം. അറിഞ്ഞുകൂടാത്തവർ വിഷമിക്കേണ്ട, നമുക്ക് പഠിക്കാം. അടുത്തത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ദ ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ബദറുദ്ദീൻ ദിയാബ്ജി. INCയുടെ പ്രസിഡന്റായ ആദ്യത്തെ മുസ്ലിം ബദറുദ്ദീൻ ദിയാബ്ജി ആണ്. ശരിയാണോ തെറ്റാണോ? അടുത്തത് ദ ഫസ്റ്റ് മലയാളി ഡെലിഗേറ്റ് വാസ് ചെറ്റൂർ ശങ്കരൻ നായർ. നമ്മുടെ INCയുടെ ഇതിൽ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ചെറ്റൂർ ശങ്കരൻ നായരാണോ? ശരിയാണോ തെറ്റാണോ? ഏതാണ് കറക്റ്റ് ഉത്തരം? പറയാൻ പറ്റുന്നുണ്ടോ? ആലോചിച്ച് നോക്കി.
പഠിക്കാം. ഇതിനകത്ത് ഒരു പോയിന്റ് നമുക്കറിയാം, നമ്മൾ പഠിച്ച പോയിന്റാണ്. ബാക്കി 2 കാര്യങ്ങൾ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷനൊക്കെ കാണും. ആ കൺഫ്യൂഷനുകളൊക്കെ ഈ ക്ലാസ് കഴിയുന്നത് കൂടി മാറും. നാം നേരെ നമ്മൾ ക്ലാസ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ INCയുടെ എന്ത് വരെയാണ് പഠിച്ച് നിർത്തിയത്, ആ പഠിച്ച കാര്യങ്ങളെ പറ്റിയൊക്കെ വ്യക്തമായ ധാരണ നിങ്ങൾക്കുണ്ടെന്ന് വിശ്വസിക്കുന്നു. നേരെ ക്ലാസ്സിലേക്ക് പോവുക. INC വാസ് ഡിസ്ക്രൈബ്ഡ് ആസ്, അപ്പോൾ നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ എയോ ഹ്യൂമിൻ ചില പ്രത്യേക ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സേഫ്റ്റി വാൽവ് തിയറിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇന്ത്യക്കാർക്ക് ഒരു സംഘടന വേണം എന്ന് ഇന്ത്യക്കാരെ ധരിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഒരു സംഘടന ഫോം ചെയ്യുന്നു, INC എന്ന് പറയുന്ന സംഘടന. ആ സംഘടനയ്ക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളെപ്പറ്റി നമ്മൾ പഠിച്ചതാണ്. അതിനകത്തുള്ള ആളുകൾ 2 ഗ്രൂപ്പുകളായിട്ട് മാറുന്നു. മിതവാദികൾ, തീവ്രവാദികൾ എന്നിങ്ങനെ 2 ഘട്ടമായിട്ട് മാറുന്നു. അവർ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, അവർ ഒന്നിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട തിയറി എന്താണ്, ആരാണ് സേഫ്റ്റി വാൽവ് തിയറി കൊണ്ടുവന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംഘടന ഉണ്ടായപ്പോൾ ഇതിനെക്കുറിച്ച് പല ആളുകളും പല അഭിപ്രായങ്ങളും പറയും. ചിലർ നല്ലത് പറയും, ചിലർ പറയും അത് മോശമാണെന്ന് പറയും, ചിലതിനെ കളിയാക്കി പറയും. അപ്പോൾ INCയെ പറ്റിയും ചില ആളുകൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ INCയെ കുറിച്ച് ഓരോരുത്തർ പറഞ്ഞ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് അതിനെ വിശദീകരിച്ചത് എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കുക, INC ഒരു ബെഗിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഒരു യാചകരുടെ സംഘടനയാണ് എന്ന് പറഞ്ഞ ആളാണ് ആര്? അരബിന്ദോ ഘോഷ്. അരബിന്ദോ ഘോഷിനെ പറ്റി നമ്മൾ പഠിച്ചു. തീവ്രവാദികളുടെ ഗ്രൂപ്പിൽ വരുന്ന വ്യക്തിയാണ് അരബിന്ദോ ഘോഷ്. അപ്പോൾ അരബിന്ദോ ഘോഷാണ് പറഞ്ഞത് INCയെ എ ബെഗിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, മലയാളത്തിൽ നമ്മൾ യാചകരുടെ സംഘടന എന്ന് പറയും. ക്വസ്റ്റ്യൻ, ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും കാണും. സാധാരണഗതിയിൽ ഇപ്പോൾ PSC ചെയ്യുന്നത്, അത് കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ PSC ചെയ്തത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ എടുത്തിട്ട് അതിനെ നേരെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ അർത്ഥമൊക്കെ മാറി വരും. അതുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ ഡിഗ്രിയിൽ എക്സാം ഫോക്കസ് ചെയ്യുന്ന ആളുകൾ പഠിച്ചു വയ്ക്കുന്നതായിരിക്കും ഉചിതം. ഇതിനകത്തൊന്നും വലിയ മാറ്റങ്ങൾ വരാനില്ല. ബെഗിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ യാചകരുടെ സംഘടന എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ബെഗിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് INCയെ വിശദീകരിച്ച വ്യക്തിയാണ് ആര്? അരബിന്ദോ ഘോഷ്. മറക്കരുത്, പറയുന്ന പോയിന്റുകൾ കൂടെ പഠിച്ച് തറവാക്കി പോകണം. 2ാമത്തെ പോയിന്റ് നോക്കിക്കുക, ഇത് നമുക്കൊക്കെ ഫെമിലിയർ ആണ്. മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് നമ്മുടെ INCയെ വിശദീകരിച്ച വ്യക്തിയാണ് ആര്? ലോർഡ് ഡഫറിൻ പ്രഭു. മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് INCയെ വിശദീകരിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ലോർഡ് ഡഫറിൻ എന്ന് പറയുന്നത് മറക്കരുത്. ബെഗിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ വ്യക്തി അരബിന്ദോ ഘോഷാണ്. മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് പറഞ്ഞത് ലോർഡ് ഡഫറിൻ ആണ്. 2 പോയിന്റുകൾ മാത്രമേ നമ്മൾ പഠിച്ചോളൂ. 2ഉം മനസ്സിലായി. ഇതാ നമ്മൾ പോകുന്നു അടുത്ത പോയിന്റിലേക്ക്. പ്ലേയിങ് വിത്ത് ബബിൾസ്, കുമ്പളകൾ കൊണ്ട് കളിക്കുന്ന ഒരു സംഘടനയാണ് INC എന്ന് INCയെ വിശദീകരിച്ച വ്യക്തി ആരാണ്? അത് വിപിൻ ചന്ദ്രയാണ്. നിങ്ങൾ നോക്കിക്കേ, ഇവരൊക്കെ ശരിക്കും എന്താ ചെയ്യുന്നേ? INCയെ കളിയാക്കിയാണ് ചെയ്യുന്നത് അല്ലേ? ബെഗിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് ഇറക്കാൻ പോകുന്ന കുറേ ആളുകളുടെ സംഘടനയാണ് INC എന്ന് ആര് പറഞ്ഞു? അരബിന്ദോ ഘോഷ് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ INC ഫോം ചെയ്ത് വന്ന കാര്യങ്ങളും ഇവരതിനെ വിമർശിച്ചതുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയേ. ഇന്ത്യയിലുള്ള എല്ലാ കാര്യവും INCയെ സപ്പോർട്ട് ചെയ്തു INC തുടങ്ങിയപ്പോൾ ഇല്ല. കാര്യം കുറച്ച് പേർക്കൊക്കെ മനസ്സിലായി ഇത് ബ്രിട്ടീഷുകാരുടെ ഒരു തന്ത്രമാണ്, അവർക്കൊരു സേഫ്റ്റി വാൽവായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് INC എന്ന ഇന്ത്യക്കാരിലെ ചില ആളുകൾക്ക് എന്ത് ചെയ്തു, മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കി അതിനെക്കുറിച്ച് പ്രചാരം നൽകി കൊടുത്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ലാലചന്ദ്ര റായ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവരൊക്കെ ശരിക്കും ഇതിനെ കളിയാക്കിക്കൊണ്ട് വിമർശിക്കുക ചെയ്യുന്നത്. ഓക്കെ, ബെഗിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് ആര് പറഞ്ഞു? അരബിന്ദോ ഘോഷ് പറഞ്ഞു. മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് ലോർഡ് ഡെഫറിംഗ് പറഞ്ഞു. പ്ലേയിങ് വിത്ത് ബബിൾസ്, കുമിളകൾ കൊണ്ട് കളിക്കുന്ന ഒരു സംഘടനയാണ് INC എന്ന് ആര് പറഞ്ഞു? വിപിൻ ചന്ദ്രപാൽ പറഞ്ഞു. എങ്കിൽ നോക്കുക, ഹോളിഡേ റീക്രിയേഷൻ എന്ന INCയെ വിമർശിച്ച വ്യക്തിയാണ് ബാലഗംഗാധര തിലകൻ. അവധിക്കാല വിനോദ പരിപാടി എന്നാണ് ഇതിന്റെ മലയാളം. അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. അവധിക്കാല വിനോദ പരിപാടി, അവധിക്കാല വിനോദ പരിപാടി എന്ന് INCയെ വിമർശിച്ച വ്യക്തി, അല്ലെങ്കിൽ INCയെ അങ്ങനെ വിശദീകരിച്ച വ്യക്തിയാണ് ആര്? ബാലഗംഗാധര തിലകൻ. ഓക്കെയാണ്. ഹോളിഡേ റീക്രിയേഷൻ, അവധിക്കാല വിനോദ പരിപാടിയാണ് നമ്മുടെ INC സമ്മേളനങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ബാലഗംഗാധര. നിങ്ങൾ നോക്കിക്കേടാ, ഈ വിമർശിച്ച ആളുകളില്ലേ, അരബിന്ദോ ഘോഷ്, വിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലകൻ, ഇവരൊക്കെ ആരായിരുന്നു? യെസ്, തീവ്രവാദികൾ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളായിരുന്നു അല്ലേ? തീവ്ര ദേശീയവാദികളായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ? അപ്പം നിങ്ങൾക്ക് ഒരു കണക്ഷൻ കിട്ടിയില്ലേ? കണക്റ്റ് ആകുന്നില്ലേ? അപ്പോൾ ഈ തീവ്രവാദി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ശരിക്കും എന്ത് ചെയ്തു? ഒരു ഘട്ടത്തിൽ INCയെ വിമർശിച്ചു. എന്നിട്ടാണ് അവരതിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത്, പിന്നെ വീണ്ടും ഒരുമിക്കുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ, ഇതാ അടുത്ത നോക്കുക. വീണ്ടും ബാലഗംഗാധരൻ എന്ന് പറയുന്നു, ഇറ്റ് ഡസന്റ് മാറ്റർ ഇഫ് യു ക്രൈ ലൈക്ക് എ ഫ്രോഗ് ഓൺസ് എ ഇയർ. വർഷത്തിലൊരിക്കൽ തവളകളെ പോലെ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് ബാലഗംഗാധര തിലകൻ. അപ്പൊ ശരിക്കും ബാലഗംഗാധര എന്താ പറയുന്നേ?
INC സെക്ഷൻസ് നമ്മൾ പഠിക്കും അല്ലേ. 85-ൽ INC ഫോം ചെയ്യുന്നു, ആ വർഷം ഒരു സമ്മേളനം, 86-ൽ അടുത്ത സമ്മേളനം, അങ്ങനെ എല്ലാ വർഷവും INC സമ്മേളനങ്ങൾ കൂടുന്നു. ബ്രിട്ടീഷുകാർ തുടങ്ങിയൊരു സംഘടനയാണ് INC. ബ്രിട്ടീഷുകാർ തുടങ്ങിയ സംഘടനയല്ല, ബ്രിട്ടീഷുകാരുടെ ഒരു തന്ത്രം എന്ന രീതിയിൽ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സംഘടനയാണ് INC. അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഈ സംഘടന വർഷത്തിലൊരിക്കൽ സമ്മേളിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിരിഞ്ഞു പോയിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് ബാലഗംഗാധരൻ. അപ്പോൾ അദ്ദേഹം തന്നെ വിമർശിച്ചത് എങ്ങനെയാണ്? ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഇഫ് യു ക്രൈ ലൈക്ക് എ ഫ്രോഗ് വൺസ് എ ഇയർ. വർഷത്തിലൊരിക്കൽ നിങ്ങൾ തവളകളെ പോലെ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് ബാലഗംഗാധര തിലകൻ. അപ്പോൾ ബാലഗംഗാധര തിലകൻ രണ്ട് രീതിയിൽ INC വിമർശിച്ചിട്ടുണ്ട്. ഹോളിഡേ റീക്രിയേഷൻ എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹം എന്തെന്നും പറഞ്ഞിട്ടുണ്ട്? ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഇഫ് യു ക്രൈ ലൈക്സ് ഫ്രോഗ്സ് ഓൺ എ ഇയർ. വർഷത്തിലൊരിക്കൽ തവളകളെ പോലെ കരഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ബാലഗംഗാധര തിലകൻ എന്ന് പറയുന്നത്. നോക്കുക, അടുത്തത് INC വാസ് ഫോംഡ് ഫ്രം മിസ്റ്ററി. മിസ്റ്ററിയിൽ നിന്ന് ഫോം ചെയ്ത സംഘടനയാണ്, ഒരു നിഗൂഢതയിൽ നിന്ന് ഉണ്ടായി വന്ന സംഘടനയാണ് INC എന്ന് പറഞ്ഞ വ്യക്തിയാണ് പട്ടാഭി സീതാരാം അയ്യർ. ഒരു കാരണവശാലും മറക്കരുത്. ബാക്കി പേരുകളൊക്കെ നമുക്ക് കുറച്ച് ഫെമിലിയർ ആണ്, ഇദ്ദേഹത്തിൻ്റെ പേരും കുറച്ച് പേർക്കൊക്കെ ഫെമിലിയർ ആയിരിക്കും, എന്നാലും അങ്ങനെ പെട്ടെന്നൊന്നും നമ്മൾ കേട്ടില്ലാത്തൊരു പേരാണ്. പഠിക്കുക, പട്ടാഭി സീതാരാം അയ്യർ. ഇദ്ദേഹത്തെക്കുറിച്ചൊന്നും വിശദീകരിച്ച് നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഇത്ര മാത്രം പറഞ്ഞു വെച്ചിരിക്കുക, INC ഒരു നിഗൂഢതയിൽ നിന്നുണ്ടായ സംഘടനയാണ്, അല്ലെങ്കിൽ INC വാസ് ഫോംഡ് ഫ്രം മിസ്റ്ററി എന്ന് പറഞ്ഞ വ്യക്തിയാണ് പട്ടാഭി സീതാരാം അയ്യർ. ഓക്കെ, അദ്ദേഹവും ശരിക്കും ഒന്ന് വിമർശിക്കുകയാണ് ചെയ്യുന്നത്. അത് ഒരു പക്ക വിമർശനമല്ല, ഒരു നിഗൂഢതയിൽ നിന്നാണ് INC ഫോം ചെയ്തത്. INC എന്തിനാണ് ഫോം ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് INC ഉണ്ടായി വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു നിഗൂഢമായി നിൽക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഒരു കറക്റ്റ് ഒരു വ്യക്തതയില്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിമർശിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? പട്ടാഭി സീതാരാം അയ്യർ എന്ന് പറയുന്നത്. നോക്കുക, INC is formed from the effort of efficient Indians. എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇന്ത്യക്കാരുടെ എഫേർട്ടിൽ നിന്നുണ്ടായ സംഘടനയാണ് INC എന്ന് പറഞ്ഞ വ്യക്തിയാണ് AOHU. നിങ്ങൾ നോക്കിക്കേ, കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ കണ്ട ആളുകൾ, ഒട്ടുമിക്ക ആളുകളും INC ശരിക്കും എന്താ ചെയ്യുന്നത്? വിമർശിക്കുക ചെയ്യുന്നത്. കാരണം എന്താ? അവരെല്ലാവരും INCയിൽ അംഗങ്ങളായിരുന്നുവെങ്കിലും INCയിലെ ചില കാര്യങ്ങളെ എതിർത്തിരുന്ന വ്യക്തികളാണ്, തീവ്രവാദി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളായിരുന്നു. പക്ഷേ ഇവിടെ ഈ ഒരാൾ എന്ത് ചെയ്തു? ഇതൊരു വിമർശനമല്ല, അദ്ദേഹം ശരിക്കും ഇന്ത്യക്കാരെ ഒന്ന് സുഖിപ്പിച്ച് പറയുന്നതാ. INC ഫോം ചെയ്തത് എഫേർട്ട് ഓഫ് എഫിഷ്യൻ്റ് ഇന്ത്യൻസ്, എഫിഷ്യൻ്റ് ആയിട്ടുള്ള കഴിവുള്ള ഇന്ത്യക്കാരുടെ പ്രയത്നം കൊണ്ടാണ് INC ഉണ്ടായി വന്നത് എന്ന് പറഞ്ഞ വ്യക്തിയാണ് AOHU. ഈ വ്യക്തിയാണ് എന്ത് ചെയ്തത്? INC എന്ന് പറയുന്ന സംഘടനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ബ്രിട്ടീഷുകാരൻ. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അതിനെ ഒന്ന് സുഖിപ്പിച്ച് പറഞ്ഞു, ഇന്ത്യക്കാരെ ഒന്ന് സുഖിപ്പിച്ച് പറഞ്ഞു, ആ ബുദ്ധിയൊക്കെ ഉള്ള ഇന്ത്യക്കാർ ചേർന്നാണ് INC ഫോം ചെയ്തത് എന്ന് പറഞ്ഞു. കഴിവുള്ള ഇന്ത്യക്കാരുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് AOHU. നോക്കിക്കേ, അടുത്ത വ്യക്തി, INC ഈസ് ഫോംഡ് ഫ്രം ദ എഫേർട്ട് ഓഫ് ലോർഡ് ഡഫറിൻ. ലോർഡ് ഡഫറിൻ പ്രഭുവിൻ്റെ എഫേർട്ട് കൊണ്ടുണ്ടായ സംഘടനയാണ് INC എന്ന് പറഞ്ഞ വ്യക്തിയാണ് WC ബാനർജി. അപ്പോൾ അത് രണ്ടും കൂടെ കളക്ട് ചെയ്ത് പഠിച്ചു വയ്ക്കുക. എഫേർട്ട് ഓഫ് എഫിഷ്യൻ്റ് ഇന്ത്യൻസ്, എഫിഷ്യൻ്റ് ഇന്ത്യക്കാരുടെ എഫേർട്ട് കൊണ്ടുണ്ടായ സംഘടന എന്ന് പറഞ്ഞത് AOHU ആണ്. എഫേർട്ട് ഓഫ് ലോർഡ് ഡഫറിൻ, ലോർഡ് ഡഫറിൻ്റെ പ്രയത്നം കൊണ്ടുണ്ടായ വ്യക്തി ആണ് INC ഉണ്ടായെന്ന് പറഞ്ഞ വ്യക്തിയാണ് WC ബാനർജി. INC ഈസ് ഫോംഡ് ഫ്രം ദ എഫേർട്ട് ഓഫ് ലോർഡ് ഡഫറിൻ. ലോർഡ് ഡഫറിൻ പ്രഭുവിൻ്റെ പ്രയത്നം കൊണ്ടുണ്ടായ സംഘടനയാണ് INC എന്ന് പറഞ്ഞ വ്യക്തി WC ബാനർജി ആണെങ്കിൽ, എഫക്റ്റീവ് ഇന്ത്യൻസിൻ്റെ എഫേർട്ട് കൊണ്ടുണ്ടായ വ്യക്തി എന്ന് പറഞ്ഞത് AOHU ആണ്. രണ്ടും തമ്മിൽ കണക്ട് ചെയ്ത് പഠിച്ചു വയ്ക്കാം. എങ്കിൽ ദ അടുത്ത വിമർശനം നോക്കിക്കൊള്ളുക. ദ ഐഡിയ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ദ ബ്രെയിൻ ചൈൽഡ് ഓഫ് ലോർഡ് ഡഫറിൻ. ലോർഡ് ഡഫറിങ്ങിൻ്റെ ബുദ്ധിയാണ് എന്ന് പറഞ്ഞ വ്യക്തി ലാലാ ലജ്പത് റായി ആണ്. ഇദ്ദേഹത്തെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ സേഫ്റ്റി വാൽവ് തിയറിയെ പറ്റി വിമർശിച്ച് ഇന്ത്യക്കാർക്കിടയിൽ അതിനെ പ്രചരിപ്പിച്ച വ്യക്തിയാണ് ആര്? ലാലാ ലജ്പത് റായി എന്ന് പറയുന്നത്. PSC പല ചോദ്യങ്ങളിലും സേഫ്റ്റി വാൽവ് തിയറിയുടെ ഉപജ്ഞാതാവായിട്ട് ലാലാ ലജ്പത് റായിയുടെ പേര് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പഠിച്ചതാണ്, എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കൊള്ളുക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ലോർഡ് ഡഫറിങ്ങിൻ്റെ ബുദ്ധിയാണ് എന്ന് പറഞ്ഞ വ്യക്തി ലാലാ ലജ്പത് റായി ആണ്. ഈ മൂന്ന് പ്രസ്താവനകൾ, അല്ലെങ്കിൽ ഈ മൂന്ന് ആളുകൾ പറഞ്ഞ കാര്യത്തിനെയും നമുക്കൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചു വയ്ക്കാം. നോക്കിക്കൊള്ളുക, എന്താണ് ലാലാ ലജ്പത് റായി പറഞ്ഞത്? ബ്രെയിൻ ചൈൽഡ് ഓഫ് ലോർഡ് ഡഫറിൻ. ലോർഡ് ഡഫറിങ്ങിൻ്റെ ബുദ്ധിയാണ് എന്ന് പറഞ്ഞത് ലാലാ ലജ്പത് റായി. ലോർഡ് ഡഫറിങ്ങിൻ്റെ പ്രയത്നം കൊണ്ടുണ്ടായി എന്ന് പറഞ്ഞത് WC ബാനർജി.
ഇന്ത്യക്കാരുടെ പ്രയത്നം കൊണ്ടുണ്ടായി എന്ന് പറഞ്ഞത് A.O. ഹ്യൂം. ഓക്കെ അല്ലേ? ഞാനിത് ഒരിക്കൽ കൂടി നിങ്ങളോട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ഇല്ലാതെ ഉത്തരങ്ങൾ ഉറച്ചു പറയണം. ഓക്കെ ആണേ? നോക്കിക്കോളുക. ദ കോൺഗ്രസ് ഈസ് നത്തിങ് ബട്ട് എ 3 days തമാശ. കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു 3 ദിവസ തമാശയാണ് എന്ന് വിമർശിച്ച വ്യക്തിയാണ് അശ്വനി കുമാർ ദത്ത്. അശ്വനി കുമാർ ദത്തും ശരിക്കും കോൺഗ്രസിനെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നുമില്ല, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ വെറും 3 ദിവസത്തെ ഒരു തമാശ മാത്രമാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് അശ്വനി കുമാർ ദത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അശ്വനി കുമാർ ദത്ത് എന്തെന്നാ പറഞ്ഞത്? കോൺഗ്രസ് ഈസ് നത്തിങ് ബട്ട് എ 3 days തമാശ എന്ന് പറഞ്ഞ വ്യക്തിയാണ് അശ്വനി കുമാർ ദത്ത്. എങ്കിൽ നോക്കുക, അടുത്ത വ്യക്തി പരാമർശിച്ചത് Congress is tottering to its fall and one of my greatest ambition. The Congress is tottering to its falls and one of my great ambition. കോൺഗ്രസ് അതിൻ്റെ പതനത്തിലേക്ക് കൂപ്പുകുത്തുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ലോർഡ് കഴ്സൺ പ്രഭു. ഇതിനെ മലയാളത്തിൽ നമ്മൾ പറയുന്നത് കോൺഗ്രസിൻ്റെ സമാധാനപരമായ അന്ത്യമാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ വ്യക്തിയും ലോർഡ് കഴ്സൺ പ്രഭുവാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. കോൺഗ്രസിൻ്റെ സമാധാനപരമായ അന്ത്യം എൻ്റെ ലക്ഷ്യം, കോൺഗ്രസിൻ്റെ സമാധാനപരമായ അന്ത്യമാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ലോർഡ് ഡഫറിൻ. ദ കോൺഗ്രസ് ഈസ് ടോട്ടറിങ് ടു ഇറ്റ് ഫാൾസ് ആൻഡ് വൺ ഓഫ് മൈ ഗ്രേറ്റ് അംബിഷൻ. കോൺഗ്രസ് അതിൻ്റെ എന്ത് ചെയ്യുന്നു? അതിൻ്റെ പതനത്തിലേക്ക് കൂപ്പുകുത്തി വീഴുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ അംബീഷൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ലോർഡ് കഴ്സൺ പ്രഭു. മറക്കരുത്. ലോർഡ് ഡഫറിങ്ങിനെ പറ്റി നമ്മൾ പഠിച്ചു, ഇത് ലോർഡ് കഴ്സൺ. ഓക്കെ, അപ്പോൾ ഓരോരുത്തരും INC പറ്റി പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അടുത്ത് നോക്കിക്കൊള്ളുക. പ്രോഗ്രാം ഫോർ ദ അപ്പർ ക്ലാസ് വിത്ത് നോളജ് ഓഫ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ അപ്പർ ക്ലാസ്സുകളുടെ പരിപാടി. INC വിമർശിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. പ്രോഗ്രാം ഫോർ ദ അപ്പർ ക്ലാസ് വിത്ത് നോളജ് ഓഫ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഉയർന്ന വ്യക്തികളുടെ പരിപാടിയാണ് INC എന്ന് പറഞ്ഞതാണ് ആരെന്ന് പറയുന്നത്? ജവഹർലാൽ നെഹ്റു. നമുക്കറിയാം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ വിദ്യാസമ്പന്നരായ ഇന്ത്യക്കാരെ ഒന്ന് മയപ്പെടുത്തി നിർത്തുക. അവർ നമ്മുടെ ബ്രിട്ടനെതിരെയൊക്കെ തിരിഞ്ഞ സമയത്താണ് എന്ത് ചെയ്തത്? INC എന്ന് പറയുന്ന സംഘടന ഫോം ചെയ്ത് വന്നത്. അതിൻ്റെ കാരണങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം എന്ത് ചെയ്തത് ജവഹർലാൽ നെഹ്റു ഇങ്ങനെ വിമർശിച്ചത്. എന്താ വിമർശിച്ചത്? പ്രോഗ്രാം ഫോർ ദ അപ്പർ ക്ലാസ് വിത്ത് നോളജ് ഓഫ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഉയർന്ന വ്യക്തികളുടെ പരിപാടിയാണ് INC എന്ന് പറഞ്ഞ വ്യക്തി ജവഹർലാൽ നെഹ്റു. അദ്ദേഹവും അങ്ങനെ ശരിക്കും വിമർശിക്കുക തന്നെയാണ് ചെയ്തത്. അടുത്ത് നോക്കിക്കുക. കോൺഗ്രസ് ഈസ് ഇൻ എ സിവിൽ വാർ വിത്തൗട്ട് വെപ്പൺ. ആയുധങ്ങളില്ലാതെയുള്ള സായുധ യുദ്ധത്തിലാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് സയ്യിദ് അഹമ്മദ് ഖാൻ. വിത്തൗട്ട് വെപ്പൺ, ആയുധങ്ങളില്ലാതെയുള്ള സിവിൽ വാർ, സായുധ സമരത്തിലാണ് കോൺഗ്രസ്. ആയുധങ്ങളില്ലാതെയുള്ള സായുധ സമരത്തിലാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് സയ്യിദ് അഹമ്മദ് ഖാൻ. ഓക്കെ, കോൺഗ്രസ് ഈസ് ഇൻ എ സിവിൽ വാർ വിത്തൗട്ട് വെപ്പൺ എന്ന് പറഞ്ഞ വ്യക്തി സയ്യിദ് അഹമ്മദ് ഖാൻ. സെറ്റാണേ? ഓക്കെ ആണേ? അടുത്ത നോക്കുക. ദ ഫാക്ടറി ഓഫ് സെഡീഷൻ എന്ന് പറഞ്ഞ വ്യക്തിയല്ല അങ്ങനെ പറഞ്ഞത് ബ്രിട്ടീഷുകാരാണ്. INC പറഞ്ഞതാണ്. ദ ഫാക്ടറി ഓഫ് സെഡീഷൻ, രാജ്യദ്രോഹികളുടെ ഫാക്ടറിയാണ് INC എന്ന് പറഞ്ഞത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാര് INC വിമർശിച്ചതാണ് രാജ്യദ്രോഹികളുടെ ഫാക്ടറി. അതായത് ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ തന്നെയാണ് INC എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. ഇന്ത്യക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ് ബ്രിട്ടീഷുകാരുടെ ഒരു സഹായത്തോടു കൂടി. പക്ഷേ പോകെ ബ്രിട്ടീഷുകാർ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് INC എന്ത് ചെയ്തില്ല, നിന്നില്ല. കൂടുതൽ നേതാക്കൾ വന്നു. തീവ്രവാദ വിഭാഗത്തിൽപ്പെട്ട നേതാക്കളുടെയൊക്കെ സ്വാധീനം കൊണ്ട് INC ബ്രിട്ടീഷുകാർക്ക് പൂർണ്ണമായും നിയന്ത്രിക്കാൻ പറ്റാതെയായി. ബ്രിട്ടീഷുകാർക്കെതിരെ അവർ കൂടുതൽ ശക്തി പ്രാപിച്ച സമയത്ത് ബ്രിട്ടീഷുകാർ പറഞ്ഞതാണ് ദ ഫാക്ടറി ഓഫ് സെഡീഷൻ, രാജ്യദ്രോഹികളുടെ സംഘടനയാണ് INC എന്ന് INC വിമർശിച്ചത് ബ്രിട്ടീഷുകാരാണ്. ഓക്കെ, രാജ്യദ്രോഹികളുടെ ഫാക്ടറിയാണ് INC എന്ന് പറഞ്ഞത് ബ്രിട്ടീഷുകാരാണെങ്കിൽ അടുത്തത് നോക്കുക. ഇത് INCയെ പറ്റി വിമർശിച്ചതുമല്ല, INCയെ പറ്റി ഒരു പരാമർശമല്ല. INCയുടെ ആദ്യ സമ്മേളനത്തിൽ ഒരു വ്യക്തി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്, വി വാണ്ട് ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇൻ ഇന്ത്യ ടു ബി മോർ മോഡലൈസ്ഡ് ആൻഡ് ദാറ്റ് വി ടു ഷുഡ് ബി ഇൻവോൾവ്ഡ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ വ്യക്തി WC ബാനർജിയാണ്. വി വാണ്ട് ദ
administrative system in India to be more modernized and that we should be involved in the administration. ഇന്ത്യയിലെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം കുറച്ചുകൂടി പരിഷ്കൃതമാക്കേണ്ടതുണ്ട്, കുറച്ചുകൂടി മെച്ചപ്പെടേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്കും ഈ ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിലേക്ക് പങ്കാളികളാവണം എന്ന് പറഞ്ഞ വ്യക്തിയാണ് WC ബാനർജി. അതിൻ്റെ കറക്റ്റ് മലയാളം സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. ഇത് നമ്മുടെ പുസ്തകങ്ങളിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാക്കണമെന്നും നമ്മളെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് WC ബാനർജി. ഇദ്ദേഹം ഇത് പറഞ്ഞത് INCയുടെ ആദ്യ സമ്മേളനത്തിലെ സ്പീച്ചിലാണ്. ഓക്കെ, INCയുടെ ആദ്യ സമ്മേളനത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു WC ബാനർജി. അപ്പോൾ അതിന്റെ ആദ്യ സമ്മേളനത്തിൽ നടന്ന ആ ഒരു സംഭാഷണത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇന്ത്യയിലെ ഭരണ സംവിധാനങ്ങൾ കുറച്ചുകൂടി പരിഷ്കൃതമാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു എന്ന് INCയുടെ ആദ്യ സമ്മേളനത്തിൽ പറഞ്ഞ വ്യക്തിയാണ് WC ബാനർജി. INCയുടെ ആദ്യത്തെ പ്രസിഡന്റായ WC ബാനർജി. വി വാണ്ട് ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇൻ ഇന്ത്യ ടു ബി മോർ മോഡറൈസ്ഡ് ആൻഡ് ദാറ്റ് we too should be involved in the administration എന്ന് പറഞ്ഞ വ്യക്തി WC ബാനർജിയാണ്. ഇതാണ് INCയെ കുറിച്ച് ഓരോ ആളുകൾ പറഞ്ഞ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കൽ കൂടി ഇതിനൊന്ന് ഓടിച്ചു പറയാം, എന്നിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. പെട്ടെന്ന് കൂടെ പിടിച്ചോണം, നിങ്ങൾ ഉത്തരങ്ങൾ പടപടാ പറയണം. ഓക്കെ, സെറ്റാണേ? പറയണേ. എവിടെ ഇരുന്നാണോ ക്ലാസ് കാണുന്നത് എന്ന് നോക്കണ്ട. ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യുക? ഉത്തരങ്ങൾ പടപടേ നിങ്ങൾ പറയുക, നോക്കിക്കൊള്ളുക. INC ഒരു ബെഗിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ വ്യക്തി ആരാടേ? പറഞ്ഞേടേ, ഉറച്ചു പറഞ്ഞേടേ. അരബിന്ദോ ഘോഷാണ്. അടുത്തത് മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് പറഞ്ഞത് ആരാ? പറഞ്ഞേ. ലോർഡ് ഡെഫറിൻ ആണ്. എങ്കിൽ പ്ലേയിങ് വിത്ത് ബബിൾസ് എന്ന് പറഞ്ഞ വ്യക്തി ആരാ? വിപിൻ ചന്ദ്രപാലാണ്. സെറ്റല്ലേ? എങ്കിൽ ബാലഗംഗാധര തിലകൻ പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ഉറച്ചു പറഞ്ഞേ. എന്താണ്? വെരി ഗുഡ്. ഹോളിഡേ റീക്രിയേഷൻ എന്നും പറയുന്നുണ്ട്. പിന്നെ എന്തെന്ന് പറയുന്നുണ്ട്? ഇറ്റ് ഡസന്റ് മാറ്റർ ഇഫ് യു ക്രൈ ലൈക്ക് എ ഫ്രോഗ് വൺസ് എ ഇയർ. വർഷത്തിലൊരിക്കൽ തവളകളെ പോലെ കരഞ്ഞിട്ട് കാര്യമില്ല എന്നും INC വിമർശിച്ച വ്യക്തി ബാലഗംഗാധര തിലകനാണ്. ആണോ? എങ്കിൽ INC വാസ് ഫോംഡ് ഫ്രം മിസ്റ്ററി എന്ന് പറഞ്ഞ വ്യക്തി ആരാടേ? പറയടേ, ഉറച്ചു പറയടേ, എല്ലാവരും പറയടേ. പട്ടാഭി സീതാരാമയ്യ. എങ്കിൽ INC ഈസ് ഫോംഡ് ഫ്രം ദ എഫേർട്ട് ഓഫ് ഇന്ത്യൻസ് എന്ന് പറഞ്ഞത് AO ഹ്യൂം ആണെങ്കിൽ INC ഈസ് ഫോംഡ് ഫ്രം ദ എഫേർട്ട് ഓഫ് ലോർഡ് ഡെഫറിൻ എന്ന് പറഞ്ഞത് ആരാ? WC ബാനർജിയാണ്. എങ്കിൽ INC ഈസ് ദ ബ്രെയിൻ ചൈൽഡ് ഓഫ് ലോർഡ് ഡെഫറിൻ എന്ന് പറഞ്ഞത് ആരാടേ? ലാലാ ലജ്പത് റായ്. വെരി ഗുഡ്. ഉത്തരം പറഞ്ഞ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. എല്ലാവരും ശരി ഉത്തരങ്ങൾ പറയുന്നുണ്ട്, കൂടെ പറഞ്ഞു പോകുന്നുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്തത് പറയുന്നു. നോക്കുക. ദ കോൺഗ്രസ് ഈസ് നത്തിങ് ബട്ട് 3 days തമാശ എന്ന് വിമർശിച്ച വ്യക്തി ആരാ? അശ്വനി കുമാർ ദത്ത്. ഒക്കെയാണേ? എങ്കിൽ കോൺഗ്രസിന്റെ സമാധാനപരമായ അന്ത്യമാണെന്ന ലക്ഷ്യം. ദ കോൺഗ്രസ് ഈസ് ടോട്ടറിംഗ് ടു ഇറ്റ് ഫാൾസ് ആൻഡ് വൺ ഓഫ് മൈ ഗ്രേറ്റസ്റ്റ് അംബിഷൻ എന്ന് പറഞ്ഞ വ്യക്തി ലോർഡ് കഴ്സൺ പ്രഭുവാണ്. എങ്കിൽ ദ പ്രോഗ്രാം ഓഫ് അപ്പർ ക്ലാസ് വിത്ത് നോളജ് ഓഫ് ഇംഗ്ലീഷ് എന്ന് വിമർശിച്ചത് ആരാടേ? ജവഹർലാൽ നെഹ്റുവാണ്. എങ്കിൽ കോൺഗ്രസ് ഈസ് ഇൻ സിവിൽ വാർ വിത്തൗട്ട് വെപ്പൺ എന്ന് പറഞ്ഞ വ്യക്തി സെയ്ദ് അഹമ്മദ് ഖാൻ ആണെന്ന് പറഞ്ഞത്. കോൺഗ്രസ് ഈസ് ഇൻ സിവിൽ വാർ വിത്തൗട്ട് വെപ്പൺ. എങ്കിൽ ദ ഫാക്ടറി ഓഫ് സെഡീഷൻ എന്ന് പറഞ്ഞത് ആരാണ്? ബ്രിട്ടീഷുകാർ തന്നെയാണ്. INC എങ്ങനെ വിമർശിച്ചത്? രാജ്യദ്രോഹികളുടെ ഫാക്ടറി എന്ന് പറഞ്ഞത്. രാജ്യദ്രോഹികളുടെ ഫാക്ടറി എന്ന INC വിമർശിച്ച വ്യക്തിയാണ് ബ്രിട്ടീഷുകാരാണ്. വ്യക്തിയല്ല, ബ്രിട്ടീഷുകാരാണെന്ന് പറയുന്നത്. രാജ്യദ്രോഹികളുടെ ഫാക്ടറിയാണ് INC എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ INCയുടെ ആദ്യ സമ്മേളനത്തിൽ WC ബാനർജി എന്തെന്ന് പറഞ്ഞു? ഇത് ഈ മലയാളത്തിൽ തന്നെ അങ്ങ് പഠിച്ചു വെച്ചേക്കിയ കാര്യം. ഇത് പുസ്തകത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് SCRT പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മലയാളത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചിരിക്കുക, ഇംഗ്ലീഷിലും കൂടെ അറിഞ്ഞു വെച്ചിരിക്കുക. ഓക്കെ. ഇന്ത്യയിലെ ഭരണ സംവിധാനങ്ങൾ കുറെ കൂടി പരിഷ്കൃതമാക്കണമെന്നും നമ്മളെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ വ്യക്തിയാണ് WC ബാനർജി. INCയുടെ ആദ്യ സമ്മേളനത്തിൽ നടന്ന സ്പീച്ചിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ പറയുന്നത്. ഒക്കെയാണ്. അപ്പോൾ ഇത്രയുമാണ് INCയെ പറ്റി ഓരോരുത്തർ വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. കുറച്ച് പേര് INC വിമർശിച്ചു, മറ്റു ചിലർ എന്ത് ചെയ്തു? ഇതിനെ സപ്പോർട്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒക്കെ സെറ്റാണ്. ഇതിൽ നിന്ന് ഏത് ചോദ്യം ചോദിച്ചാലും പക്കയായിട്ട് തെറ്റാതെ നിങ്ങൾ ഉത്തരം എഴുതും, ഉറപ്പാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ പോകുന്നു. INCയുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റുകളാണ്. ദ ഫേമസ് പേഴ്സണാലിറ്റീസ് ഹു ആർ റിലേറ്റഡ് ടു ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ചില പ്രമുഖ വ്യക്തികൾ, ഒരുപാട് വ്യക്തികളുടെ പേര് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അവരല്ലാതെ അല്ലെങ്കിൽ അവരുടെയൊക്കെ തന്നെ മറ്റു ചില പ്രത്യേകതകളൊക്കെ നമുക്ക് പഠിക്കാം. നോക്കിക്കോ, നല്ല ശ്രദ്ധിച്ചിരുന്നോ, കൂടെ പഠിച്ചു പോക്കോണം. നോക്കിക്കൊള്ളുക.
ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് INC. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമ്മൾ കുറേ നേരം കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് തവണ പറഞ്ഞ് പഠിച്ചത് ആരാണ്? WC ബാനർജിയാണ് ആദ്യത്തെ INC പ്രസിഡന്റ് എന്ന് പറയുന്നത്. അടുത്തത് ഫസ്റ്റ് സെക്രട്ടറി AO ഹ്യൂം. ഇത് രണ്ടും നമ്മൾ പഠിച്ച പോയിന്റ്, കൂടുതൽ ഞാനൊന്നും വിശദീകരിക്കുന്നില്ല. പക്കയായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എങ്ങനെയാണ് ഇതൊക്കെ വന്നതെന്ന് പറഞ്ഞതാണ്. അടുത്തത് ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ ടു ബിക്കം ദ INC പ്രസിഡന്റ്. ഇത് പഠിച്ചോണം, നല്ല ക്വസ്റ്റ്യനാണ്, പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. INC പ്രസിഡന്റായ ആദ്യത്തെ സൗത്ത് ഇന്ത്യൻ, ദ ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ ടു ബിക്കം ദ INC പ്രസിഡന്റ്. അദ്ദേഹത്തിൻ്റെ പേര് P. അനന്ത ചാർലു എന്നാണ്. ഒന്ന് പറയാതിരിക്കരുത്, P. അനന്ത ചാർലു. ആരാണ് P. അനന്ത ചാർലു? ഫസ്റ്റ് സൗത്ത് ഇന്ത്യ ടു ബിക്കം INC പ്രസിഡന്റ്. INC പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ ദക്ഷിണേന്ത്യക്കാരനാണ് P. അനന്ത ചാർലു എന്ന് പറയുന്ന വ്യക്തി. നമ്മളത് ഈ 3 പോയിന്റിൽ ഇത് മാത്രമാണ് നമ്മൾ ഇതുവരെ പഠിക്കാത്ത പോയിന്റ്, ബാക്കി 2 ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ സെറ്റാണ്. ദ ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ ടു ബിക്കം INC പ്രസിഡന്റ്. INC പ്രസിഡന്റായ ആദ്യത്തെ സൗത്ത് ഇന്ത്യൻ ആണ് P. അനന്ത ചാർലു എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് ഫസ്റ്റ് ഇലക്റ്റഡ് പ്രസിഡന്റ് ഓഫ് INC. ഇലക്റ്റഡ് പ്രസിഡന്റ്. INCയിൽ ആദ്യമായി തിരഞ്ഞെടുപ്പിലൂടെ INC പ്രസിഡന്റായ വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ്. എന്താണ് സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രത്യേകത? INCയുടെ പ്രസിഡന്റായി ആദ്യമായി തിരഞ്ഞെടുപ്പിലൂടെ INC പ്രസിഡന്റ് ആകുന്ന വ്യക്തി, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിലൂടെ വിജയിച്ച ആദ്യത്തെ INC പ്രസിഡന്റാണ് സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നത്. ഇദ്ദേഹം ഏത് വർഷമാണ് INC തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെന്നും ഇദ്ദേഹത്തിനെതിരെ മത്സരിച്ച വ്യക്തി ആരാണെന്നും അതിലെന്ത് സംഭവിച്ചു എന്നും ഒക്കെ നമ്മൾ INCയുടെ പ്രധാനപ്പെട്ട സെക്ഷൻസ് പഠിക്കുന്ന സമയത്ത് വിശദമായിട്ട് പഠിക്കും. നമ്മൾ INC എന്ന് പറയുന്നതിനകത്തേക്ക് പതുക്കെ അകത്തേക്ക് കയറി വരുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായിരുന്നു പറഞ്ഞു വെച്ചിരിക്കുക? INCയുടെ ആദ്യത്തെ ഇലക്ടഡ് പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ പ്രസിഡന്റ് P. അനന്ത ചാർലു ആണ്. ദ ഓൾഡസ്റ്റ് പ്രസിഡന്റ് ഓഫ് INC. ഓൾഡസ്റ്റ് INC പ്രസിഡന്റ്. INC പ്രസിഡന്റായ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ദാദാഭായി നവറോജി. ദാദാഭായി നവറോജിയാണ് INC പ്രസിഡന്റ് ആകുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി. മറക്കരുത്, ഒരിക്കലും മറക്കരുത്. INC പ്രസിഡന്റായ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ദാദാഭായി നവറോജിയാണ്. ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് INC WC ബാനർജി. ഫസ്റ്റ് സെക്രട്ടറി നിങ്ങൾ പറ AO ഹ്യൂം. ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ ടു ബിക്കം പ്രസിഡന്റ് ഓഫ് INC ആരാടേ? പറഞ്ഞേ. SP അനന്ത ചാർലുവ. ആദ്യത്തെ ഇലക്ഷൻ പ്രസിഡന്റ് ആരാ? പറ. സുഭാഷ് ചന്ദ്രബോസ് ആണ്. എങ്കിൽ ദാദാഭായ് നവറോജിയുടെ പ്രത്യേകത എന്താ? അദ്ദേഹത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലൊരു പ്രത്യേകത INCയുടെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റാണ് ആരെന്ന് പറയുന്നത് ദാദാഭായ് നവറോജി. അദ്ദേഹത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് വെച്ചോണം. നമ്മൾ ആദ്യം കണ്ടൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇല്ലേ, ആ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ നമുക്ക് പറയാൻ പറ്റും നമ്മൾ ഈ ടോപ്പിക്ക് ഫുള്ള് പഠിച്ചു കഴിയുമ്പോൾ. ഓക്കെ ബാക്കി നോക്കിക്കോളുക. നമ്മളിപ്പോൾ പഠിച്ചത് ഓൾഡസ്റ്റ് പ്രസിഡന്റ് ആണ്. എങ്കിൽ യങ്ങസ്റ്റ് പ്രസിഡന്റ് ഓഫ് INCയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് മൗലാന അബുൽ കലാം ആസാദ് എന്ന് പറയുന്ന വ്യക്തിയാണ്. മൗലാന അബുൽ കലാം ആസാദ്. ഇദ്ദേഹത്തിന് വേണ്ട ഒട്ടനേകം പ്രത്യേകതകൾ. അതിൽ ആദ്യത്തെ പ്രത്യേകത, ഇദ്ദേഹമാണ് INCയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ INC പ്രസിഡന്റ്. അപ്പോൾ അത് രണ്ടും കൂടി തമ്മിൽ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. ഏറ്റവും പ്രായം കൂടിയ INC പ്രസിഡന്റ് ദാദാഭായി നവറോജിയും ഏറ്റവും പ്രായം കുറഞ്ഞ INC പ്രസിഡന്റ് മൗലാന അബുൽ കലാം ആസാദുമാണ്. എങ്കിൽ നോക്കുക, ഫസ്റ്റ് പേഴ്സൺ ടു ബിക്കം ദ പ്രസിഡന്റ് ഓഫ് INC ഇൻ സക്സസീവ് ടൈംസ്. അടുത്തടുത്തുള്ള 2 സമ്മേളനങ്ങൾ, അതിനെയാണ് നമ്മൾ സക്സസീവ് ടൈംസ് എന്ന് പറയുന്നത്. INC പ്രസിഡന്റ് ആകുന്ന ആദ്യ വ്യക്തി, ഒരു വ്യക്തി അടുത്തടുത്ത് നടക്കുന്ന 2 സമ്മേളനങ്ങൾ INCയുടെ പ്രസിഡന്റ് ആയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് റാഷ് ബിഹാരി ഘോഷ്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഇദ്ദേഹം സമ്മേളനങ്ങളിൽ അധ്യക്ഷത വഹിച്ച വർഷം, ഒരു വർഷം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. ആ സമ്മേളനത്തിന് പ്രത്യേകതയുണ്ട്. മിതവാദികളും തീവ്രവാദികളും തമ്മിൽ എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു വർഷം അത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത വർഷം ആര് തന്നെയായിരുന്നു? റാഷ് ബിഹാരി ഘോഷാണ്. 1907-ലും 1908-ലുമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന INCയുടെ അടുത്തടുത്ത സമ്മേളനങ്ങൾ എന്താകുന്നത്, അധ്യക്ഷനായിട്ട് വരുന്നത്. അദ്ദേഹം 1907-ലും 1908-ലും 2 വർഷങ്ങളിൽ എന്ത് ചെയ്യുന്നു, അടുത്തടുത്ത് INCയുടെ പ്രസിഡന്റ് ആകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, INCയുടെ അടുത്തടുത്ത 2 സമ്മേളനങ്ങളിൽ പ്രസിഡന്റ് ആകുന്ന ആദ്യ വ്യക്തി. INCയിൽ 2 തവണ പ്രസിഡന്റ് ആകുന്ന വ്യക്തി എന്നല്ല, അടുത്തടുത്ത 2 സമ്മേളനങ്ങളിൽ പ്രസിഡന്റ് ആകുന്ന ആദ്യ വ്യക്തി. ഓക്കെ ആണേ? എങ്കിൽ ദ ഫസ്റ്റ് പ്രസിഡന്റ് ഹു വാസ് ഔട്ട്സ്റ്റഡ് ഫ്രം INCയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യ INC പ്രസിഡന്റ് ആണ് സീതാറാം കേസരി. നല്ലൊരു പോയിന്റാണ്, പഠിച്ചു വെക്കുക. സീതാറാം കേസരി. എന്താണ് പ്രത്യേകത? ഫസ്റ്റ് പ്രസിഡന്റ് ഹു വാസ് ഔട്ട്സ്റ്റഡ് ഫ്രം INC.
പ്രമേയത്തിലൂടെ INC-യിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ആദ്യ പ്രസിഡന്റാണ് സീതാറാം കേസരി. ഓക്കെ, ഔട്ട്സ്റ്റഡ് ഫ്രം INC-യിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന INC-യുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ചെയ്യുന്നു ഒരു പ്രമേയത്തിലൂടെ സീതാറാം കേസരി INC പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു പ്രമേയത്തിലൂടെ അദ്ദേഹത്തെ ആ പ്രസിഡന്റ് സ്ഥാനത്ത് നീക്കം ചെയ്യുന്നു. ആദ്യമായിട്ട് ഒരു പ്രമേയത്തിലൂടെ INC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ട വ്യക്തിയാണ് സീതാറാം കേസരി. ഓക്കെയാണ്. അത് നോക്കുക, ഫസ്റ്റ് INC പ്രസിഡന്റ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം INC പ്രസിഡന്റായ വ്യക്തി പട്ടാഭി സീതാറാം അയ്യരാണ്. ഇദ്ദേഹത്തിന്റെ പേര് കുറച്ച് മുമ്പ് നമ്മൾ പരാമർശിച്ചതാണ്. ഇദ്ദേഹം INC-യെ എങ്ങനെ വിമർശിച്ചു എന്ന് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രത്യേകത, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, അതായത് 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞുള്ള സമ്മേളനത്തിൽ INC പ്രസിഡന്റായ വ്യക്തിയാണ് പട്ടാഭി സീതാറാം അയ്യ. ഓക്കെയാണേ എങ്കിൽ നോക്കുക, ദ ലോങ്ങസ്റ്റ് സെർവിങ് INC പ്രസിഡന്റ് ബിഫോർ ഇൻഡിപെൻഡൻസ്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോളുക, ലോങ്ങസ്റ്റ് സെർവിങ് INC പ്രസിഡന്റ് സ്ഥാനം ഏറ്റവും കൂടുതൽ കാലം അലങ്കരിച്ച വ്യക്തി എപ്പോൾ? ബിഫോർ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ തവണ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് മൗലാന അബുൽ കലാം ആസാദ് എന്ന് പറയുന്ന വ്യക്തി. ഏതിനു മുമ്പ്? സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്. അങ്ങനെയാണെങ്കിൽ ദ ലോങ്ങസ്റ്റ് സെർവിങ് INC പ്രസിഡന്റ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി സോണിയാഗാന്ധിയാണ്. ഇവർ രണ്ടുപേരിലും ആരാണ് കൂടുതൽ കാലം ഇരുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം സോണിയാഗാന്ധിയാണ്. ലോങ്ങസ്റ്റ് സെർവിങ് INC പ്രസിഡന്റ് എന്ന് മാത്രം ചോദിച്ചാൽ ഉത്തരം സോണിയാഗാന്ധിയാണ് ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റ് ആയിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ആരെന്ന് ചോദിച്ചാൽ അത് മൗലാന അബുൽ കലാം ആസാദും, സ്വാതന്ത്ര്യത്തിന് ശേഷം ആരെന്ന് ചോദിച്ചാൽ അത് സോണിയാഗാന്ധിയുമാണ്. മറക്കരുത്. എങ്കിൽ സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞുള്ള INC പ്രസിഡന്റ് ആരായിരുന്നു? പട്ടാഭി സീതാറാം അയ്യരായിരുന്നു. എന്താണ് സീതാറാം കേസരിയുടെ പ്രത്യേകത? ഒന്ന് പറഞ്ഞേ എന്താ സീതാറാം കേസരിയുടെ പ്രത്യേകത? പറ. The first president who was ousted from INC, പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ INC പ്രസിഡന്റ്. എങ്കിൽ റാഷ് ബിഹാരി ഘോഷിന്റെ പ്രത്യേകത എന്താണ്? ഫസ്റ്റ് പേഴ്സൺ ടു ബിക്കം ദ പ്രസിഡന്റ് ഓഫ് INC ഇൻ സക്സീവ് ടൈംസ്. അടുത്തടുത്ത 2 ടൈമുകളിൽ എന്ത് ചെയ്യുന്നു? INC പ്രസിഡന്റ് ആയിട്ട് വരുന്നു. യങ്ങസ്റ്റ് INC പ്രസിഡന്റ് ആരാണ്? മൗലാന അബുൽ കലാം ആസാദ് ആണ്. എങ്കിൽ ഓൾഡസ്റ്റ് INC പ്രസിഡന്റ് ആരായിരുന്നു? ദാദാഭായ് നവറോജിയാണ്. ഇലക്ടഡ് പ്രസിഡന്റ് ആരാ? പറഞ്ഞേ. സുഭാഷ് ചന്ദ്രബോസ് ആണ്. സൗത്ത് ഇന്ത്യൻ പ്രസിഡന്റ് ആരാടെ? P. അനന്ത ചാർലു ആണ്. ആദ്യത്തെ നമുക്കറിയാം ആരാണ്? WC ബാനർജി, AOHM ആദ്യത്തെ സെക്രട്ടറി. ഓക്കെ, ഇത്രയും പോയിന്റുകൾ ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ, മറന്നു പോകരുതേ. റിപ്പീറ്റ് ചെയ്താണേ പറയുന്നേ, കൂടെ പഠിച്ചു വെക്കോണം. ഓക്കെ, ബാക്കി നോക്കിക്കൊള്ളുക. പ്രസിഡന്റ് ഓഫ് INC അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്. നമ്മൾ പറഞ്ഞു സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം INC പ്രസിഡന്റ് ആകുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? പട്ടാഭി സീതാറാം അയ്യർ എന്ന് പറയുന്നത്. ദ INC പ്രസിഡന്റ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം INC പ്രസിഡന്റ് ആകുന്ന വ്യക്തി പട്ടാഭി സീതാറാം അയ്യർ ആണെങ്കിൽ, സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന ആ കാലഘട്ടത്തിൽ INC-യുടെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് JB കൃപലാനി, ദ പ്രസിഡന്റ് ഓഫ് INC അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് INC പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി JB കൃപലാനി ആണെങ്കിൽ, ദ ഫസ്റ്റ് കോൺഗ്രസ് പ്രസിഡന്റ് ഫ്രം ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി D. സഞ്ജീവയ്യയാണ്. ദ ഫസ്റ്റ് കോൺഗ്രസ് പ്രസിഡന്റ് ഫ്രം എ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി. കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ പിന്നോക്ക സമുദായക്കാരനാണ് D. സഞ്ജീവയ്യ. ഓക്കെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ശ്രദ്ധിച്ചു കേൾക്കുക, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റ് ആയിരുന്നത് സോണിയാഗാന്ധിയാണ്. ഇവരിൽ 2 പേരിൽ ആരെന്ന് ചോദിച്ചാൽ ഉത്തരം സോണിയാഗാന്ധിയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് INC പ്രസിഡന്റ് JB കൃപലാനി ആയിരുന്നുവെങ്കിൽ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ആര് എന്ന് ചോദിച്ചാൽ പട്ടാഭി സീതാറാം അയ്യർ ആണ്. ഇതൊക്കെ വളരെ വ്യക്തമായി നന്നായി മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുക. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കും. ഡയറക്റ്റ് ചോദിച്ചാൽ നമുക്ക് തെറ്റാതെ എഴുതാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇത് തിരിഞ്ഞു പോകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോക്കുക, അപ്പോൾ പിന്നോക്ക സമുദായത്തിൽ നിന്ന് INC പ്രസിഡന്റ് ആകുന്ന ആദ്യ വ്യക്തി D. സഞ്ജീവയ്യയാണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ഓഫ് INC
INCയുടെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കുന്ന ആദ്യത്തെ മുസ്ലിമായ വ്യക്തിയാണ് ബദറുദ്ദീൻ ദിയാബ്ജി. നമ്മുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു, ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ഓഫ് INCയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ മുസ്ലിം വ്യക്തിയാണ് ബദറുദ്ദീൻ ദിയാബ്ജി. 1887 ഇദ്ദേഹം INCയുടെ പ്രസിഡന്റ് ആകുന്നത്. ഓക്കെ അല്ലേ? ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ഓഫ് INC ബദറുദ്ദീൻ ദിയാബ്ജി. സെറ്റാണ്. നമ്മൾ ആദ്യത്തെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആള്, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് D സഞ്ജീവയ്യ, മുസ്ലിം ആയിട്ടുള്ള വ്യക്തി ബദറുദ്ദീൻ ദിയാബ്ജി. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പാഴ്സി പ്രസിഡന്റ് അത് ദാദാഭായ് നവറോജിയാണ്. ഓൾഡസ്റ്റ് INC പ്രസിഡന്റും ദാദാഭായ് നവറോജിയാണ്. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, ഒരുപാട് പ്രത്യേകതകളുണ്ട്. INCയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാതെയും ഒരുപാട് പ്രത്യേകതയുള്ള വ്യക്തിയാണ് ദാദാഭായ് നവറോജി എന്ന് പറയുന്നത്. നോക്കിക്കൊള്ളുക, ദാദാഭായ് നവറോജിയുടെ അടുത്ത പ്രത്യേകത, ദാദാഭായ് നവറോജി ബിക്കം ദ പ്രസിഡന്റ് ഓഫ് INC 3 times. 3 തവണ INC പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ദാദാഭായ് നവറോജി എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹമായിരുന്നു ഏറ്റവും പ്രായം കൂടിയ INC പ്രസിഡന്റ്. ആദ്യത്തെ പാഴ്സി മതക്കാരനായ INC പ്രസിഡന്റും ആര് തന്നെയാണ്? ദാദാഭായ് നവറോജി തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഇദ്ദേഹം 3 തവണ INCയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. 1886 കൊൽക്കത്ത സമ്മേളനം, 1893 ലാഹോർ സമ്മേളനം, അതുപോലെ 1906 കൊൽക്കത്ത സമ്മേളനം. ഈ 3 സമ്മേളനങ്ങളിലും INCയുടെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് ദാദാഭായ് നവറോജി. അങ്ങനെ ആകെ 3 പ്രാവശ്യം INC പ്രസിഡന്റ് ആകുന്ന വ്യക്തിയാണ് ദാദാഭായ് നവറോജി. ആദ്യ പാഴ്സി മതക്കാരൻ ദാദാഭായ് നവറോജി. അതുപോലെ തന്നെ INCയുടെ പ്രസിഡന്റ് ആകുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയും ദാദാഭായ് നവറോജിയാണ്. ഓക്കെ ആണേ? സെറ്റാണേ? ആ സെക്ഷൻസ് ഒന്നും കൂടെ നോക്കിക്കേ. 85 INCക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. തൊട്ടടുത്ത വർഷം 86 കൊൽക്കത്ത, ദാദാഭായ് നവറോജി. പിന്നെ അത് കഴിഞ്ഞ് 93 വരുന്നത് ലാഹോർ സെക്ഷൻ. പിന്നെയോ 1906. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? നോക്കിക്കൊള്ളുക, അടുത്ത പോയിന്റ്. നമ്മളപ്പോൾ ആദ്യത്തെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളെ പഠിച്ചു, ആദ്യത്തെ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആളെ പഠിച്ചു, പാഴ്സി ആയിട്ടുള്ള ആളെ പഠിച്ചു. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക, the only person who become the president of INC and Muslim League. ഈ INC നമ്മുടെ രാജ്യത്ത് പ്രവർത്തനം ആരംഭിച്ച് കുറേ നാളുകൾക്ക് ശേഷം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടന എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയിലേക്ക് രൂപപ്പെട്ട് വരുന്നുണ്ട്. ശരിക്കും ബംഗ്ലാദേശിലാണ് മുസ്ലിം ലീഗ് ഉണ്ടായി വരുന്നത്. 1906 എന്ത് ചെയ്യുന്നത്? മുസ്ലിം ലീഗ് ഫോം ചെയ്യുന്നത്. 1906 ധാക്ക, ബംഗ്ലാദേശിലെ ധാക്ക എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന ഉണ്ടാകുന്നത്. പിന്നീട് ഇങ്ങോട്ട് പ്രവർത്തനം ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ പോയിന്റ്, INCയുടെയും മുസ്ലിം ലീഗിൻ്റെയും പ്രസിഡന്റായ ഒരേ ഒരു വ്യക്തിയാണ് MA അൻസാരി. മറക്കരുത്, ഒരിക്കലും മറക്കരുത്. MA അൻസാരിയുടെ പ്രത്യേകത, ഇദ്ദേഹം മുസ്ലിം ലീഗിൻ്റെയും INCയുടെയും പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ദ ഓൺലി പേഴ്സൺ ഹു ബിക്കം ദ പ്രസിഡന്റ് ഓഫ് INC ആൻഡ് മുസ്ലിം ലീഗ്, MA അൻസാരി. 1906 ധാക്കയിലാണ് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന ഫോം ചെയ്ത് വരുന്നത്. ഓക്കെയാണേ? ഓക്കെയാണേ? ശരി, നോക്കുക. അങ്ങനെയാണെങ്കിൽ ദ ഓൺലി പേഴ്സൺ ഹു ബിക്കം ദ പ്രസിഡന്റ് ഓഫ് INC ആൻഡ് ഹിന്ദു മഹാസഭ. ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന ഒരു സംഘടനയും ഈ INC പ്രവർത്തനം ആരംഭിക്കുന്ന സമയം, ആ ഒരു കാലഘട്ടത്തിൽ, അതായത് INCയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 85 മുതൽ സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ INC ആണ് ഇന്ത്യയിലുള്ള എല്ലാ കാര്യങ്ങൾക്കും എന്ത് കൊടുത്തിരുന്നത്? പ്രധാനമായിട്ട് മേൽനോട്ടം കൊടുത്തിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒട്ടനേകം ബാക്കി സംഘടനകളും എന്ത് ചെയ്തിട്ടുണ്ട്? ഫോം ചെയ്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഫോമായിട്ട് വന്നൊരു സംഘടനയാണ് ഹിന്ദു മഹാസഭയും മുസ്ലിം ലീഗും. ഹിന്ദു മഹാസഭ 1915 ഫോം ചെയ്യുന്നത്. അത് ഫോം ചെയ്യുന്നത് മദൻ മോഹൻ മാളവിയും മറ്റു ചില വ്യക്തികളും ചേർന്ന് തന്നെയാണ്. ഈ മുസ്ലിം ലീഗ് ഫോം ചെയ്തതിന് ബദലായിട്ട് ഹിന്ദുക്കളെ യോജിപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് നിർത്തിക്കൊണ്ടുണ്ടാക്കിയ ഒരു സംഘടനയാണ് ഹിന്ദു മഹാസഭ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ പഠിക്കുന്ന പോയിന്റ്, ഹിന്ദു മഹാസഭയുടെയും INCയുടെയും പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചിട്ടുള്ള ഒരേ ഒരു വ്യക്തിയാണ് മദൻ മോഹൻ മാളവ്യ. ശരിക്കും നമ്മൾ ഒരുപാട് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വ്യക്തികളുടെ പേര് നമ്മൾ പഠിക്കുന്നുണ്ട്, ഒരുപാട് സംഘടനകളുടെ പേര് നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വ്യക്തികളൊക്കെ തന്നെയും INCയിലെ അംഗങ്ങളായിരുന്നു. എല്ലാവരും, ഒരു 90% ആളുകളും INCയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ്. കാര്യം, ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ടൊരു സംഘടന രൂപപ്പെടുന്നു.
പിന്നീട് അതിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അതിൽ അവരുടെ ചില കാര്യങ്ങൾ ഇത് ബ്രിട്ടീഷുകാരുടെ ഒരു തന്ത്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യമൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പിന്നീട് പല പല സംഘടനകളായിട്ട് ഉണ്ടായി വരികയാണ് ചെയ്യുന്നത്. കൊല്ലർക്ക് ഇതിൽ നിന്ന് പുറത്ത് പോയിട്ട് സംഘടനകൾ ഉണ്ടാക്കുന്നു. ചിലർ ഇതിനകത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നു, ബദലായിട്ട് വേറെ സംഘടനകൾ ഉണ്ടാക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ സംഭവിക്കുന്നത്. INC-യുടെയും ഹിന്ദു മഹാസഭയുടെയും പ്രസിഡന്റായിരുന്ന ആദ്യ വ്യക്തി, ഒരേ ഒരു വ്യക്തി മദൻ മോഹൻ മാളവയാണ്. INC-യുടെയും മുസ്ലിം ലീഗിന്റെയും പ്രസിഡന്റായ ഒരേ ഒരു വ്യക്തി MA അൻസാരിയാണ്. സെറ്റാണ്, ഓക്കെയാണ്. അടുത്ത പോയിന്റ് നോക്കിക്കൊള്ളുക. ദ ഫാദർ ആൻഡ് സൺ ഹു ബിക്കം ദ പ്രസിഡന്റ് ഓഫ് INC ഫോർ 2 സക്സീവ് ടൈംസ്. അടുത്തടുത്തുള്ള 2 സമ്മേളനങ്ങളിൽ 2 സക്സീവ് ടൈംസിൽ INC പ്രസിഡന്റ് ആകുന്ന ഫാദർ ആൻഡ് സൺ അതാരെന്ന് ചോദിച്ചാൽ മോത്തിലാൽ നെഹ്റുവും ജവഹർലാൽ നെഹ്റുവുമാണ്. മോത്തിലാൽ നെഹ്റു ആൻഡ് ജവഹർലാൽ നെഹ്റു 1928 മോത്തിലാൽ നെഹ്റു അധ്യക്ഷനാകുന്നു. 1929 തൊട്ടടുത്ത വർഷം ലാഹോർ സമ്മേളനമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിനെ വിശദമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്യുന്നുണ്ട്, INC-യുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നുണ്ട്. പൂർണ്ണ സ്വരാജൊക്കെ അവതരിപ്പിക്കുന്ന ഈ സമ്മേളനത്തിലാണ് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇത്രയും മാത്രം പറഞ്ഞു വെച്ചിരിക്കുക. അടുത്തടുത്ത 2 സമ്മേളനങ്ങളിൽ INC പ്രസിഡന്റായ അച്ഛനും മകനും മോത്തിലാൽ നെഹ്റുവും ജവഹർലാൽ നെഹ്റുവുമാണ്. വർഷം ചോദിച്ചാൽ പറയുക 1928 1929. ഓക്കെയാണേ. നോക്കിക്കൊള്ളുക. ദ ഫസ്റ്റ് കോൺഗ്രസ് പ്രസിഡന്റ് ടു അപ്പിയർ ഓൺ എ കോയിൻ. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡന്റ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്ന കോൺഗ്രസ് പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റുവാണ് ആദ്യമായിട്ട്. അതുകൊണ്ട് നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റുമാർ തന്നെയാണ് ജവഹർലാൽ നെഹ്റു തന്നെയാണ്. ഓക്കെ, ദ ഫസ്റ്റ് കോൺഗ്രസ് പ്രസിഡന്റ് ടു അപ്പിയർ ഓൺ എ കോയിൻ. ഒരു കോയിനിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു ആണ്. എങ്കിൽ ദ ഫസ്റ്റ് കോൺഗ്രസ് പ്രസിഡന്റ് ടു അപ്പിയർ ഓൺ എ സ്റ്റാമ്പ്. സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ചോദിച്ചാൽ പറയുക അത് മഹാത്മാഗാന്ധിയാണ്. അപ്പിയർ ഓൺ എ സ്റ്റാമ്പ്, സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡന്റ് മഹാത്മാഗാന്ധിയാണ്. നാണയത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡന്റ് അപ്പിയർ ഓൺ എ കോയിൻ. കോയിനിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു. സെറ്റല്ലേ? ഓക്കെയാണേ? മനസ്സിലാകുന്നുണ്ടോ? എങ്കിൽ നോക്കുക. ദ ഫസ്റ്റ് കോൺഗ്രസ് പ്രസിഡന്റ് ടു റിസീവ് ഭാരതരത്ന. ആദ്യമായി ഭാരതരത്ന ലഭിക്കുന്ന INC പ്രസിഡന്റ് അതും ജവഹർലാൽ നെഹ്റു തന്നെയാണ്. ആദ്യമായിട്ട് ഭാരതരത്ന ലഭിക്കുന്ന INC പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു തന്നെയാണ്. ഓക്കെയാണേ? സെറ്റാണേ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? എളുപ്പമല്ലേ? ഓക്കെ, ദാദാഭായ് നൗറോജിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. എന്താണ് MA അൻസാരിയുടെ പ്രത്യേകത? പറഞ്ഞ MA അൻസാരി പറഞ്ഞേ. അതെ, എന്ത് ചെയ്യുന്നു? MA അൻസാരി മുസ്ലിം ലീഗിൻ്റെയും INC-യുടെയും പ്രസിഡന്റ് ആകുന്ന ഒരേ ഒരു വ്യക്തിയാണ്. എങ്കിൽ ഹിന്ദു മഹാസഭയുടെയും INC-യുടെയും പ്രസിഡന്റ് ആകുന്ന ഒരേ ഒരു വ്യക്തിയാണ് മദൻ മോഹൻ മാളവ്യ എന്ന് പറയുന്നത്. INC-യുടെ അടുത്തടുത്ത സമ്മേളനങ്ങളിൽ അധ്യക്ഷപദ വഹിക്കുന്ന അച്ഛനും മകനും ആരൊക്കെയാണ്? മോത്തിലാൽ നെഹ്റു 1928, ജവഹർലാൽ നെഹ്റു 1929. എങ്കിൽ നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ആരാ? ജവഹർലാൽ നെഹ്റു ആണ്. എങ്കിൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരാ? അത് മഹാത്മാഗാന്ധിയാണ്. ആദ്യമായി ഭാരതരത്ന ലഭിക്കുന്ന കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണ്. അടുത്ത 2 ആളുകളെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചിരുന്നോ? നമ്മൾ പഠിക്കുന്നത് ഫേമസ് പേഴ്സണാലിറ്റീസ് റിലേറ്റഡ് ടു INC-യുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തികളാണ്. 2 വ്യക്തികളെ പേരൂടെ പഠിക്കുക. ഒന്ന് കാദംബിനി ഗാംഗുലി, അടുത്തത് പണ്ഡിത രമാഭായി. ആ പേരുകൾ ആദ്യം അങ്ങ് മനസ്സിലോട്ട് കയറ്റുക. കാദംബിനി ഗാംഗുലി, പണ്ഡിത രമാഭായി. എന്താണ് കാദംബിനി ഗാംഗുലിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇവരൊരു വനിതയാണ്. വാസ് ദ ഫസ്റ്റ് വുമൺ ടു അഡ്രസ് ദ INC സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്ന ആദ്യത്തെ വനിതയാണ് കാദംബിനി ഗാംഗുലി. കാദംബിനി ഗാംഗുലി വാസ് ദ ഫസ്റ്റ് വുമൺ ടു അഡ്രസ് INC-യെ അഡ്രസ് ചെയ്യുന്ന ആദ്യ വനിതയാണ് കാദംബിനി ഗാംഗുലി. എങ്കിൽ എന്താണ് പണ്ഡിത രമാഭായിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ വാസ് ദ ഫസ്റ്റ് വുമൺ ടു അറ്റൻഡ് ദ കോൺഫറൻസ് ഓഫ് INC-യുടെ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കുന്ന ആദ്യ വനിത പണ്ഡിത രമാഭായി. ഓക്കെ, 2 പേരുകൾ, 2 വനിതകൾ മറക്കരുത്. കാദംബിനി ഗാംഗുലിയും പണ്ഡിത രമാഭായിയും. ഓക്കെയാണേ? സെറ്റാണേ? ശരി, നോക്കുക. ഇനി നമുക്ക് വുമൺ പ്രസിഡന്റ് ഓഫ് INC, ഈ INC-യിലെ വനിതകളുമായിട്ട് 2 പേരുകൾ നമ്മൾ പഠിച്ചു. കാദംബിനി ഗാംഗുലിയും പണ്ഡിത രമാഭായിയും. ഇവർ INC-യുടെ പ്രസിഡന്റ് ഒന്നും ആയിട്ടില്ല, പക്ഷേ INC-യുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 2 പ്രധാനപ്പെട്ട വനിതകളാണ് ഇവർ 2 പേരും. ഇനി INC-യുടെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ചില വനിതകളുടെ പേര് നമുക്ക് പഠിക്കാം. നോക്കിക്കൊള്ളുക.
ദ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ്. INCയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിത, അവരുടെ പേര് ആനി ബെസന്റ് എന്നാണ്. ഇവർ 1917 കൊൽക്കത്ത സെക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, INCയുടെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ്, INC പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിത ആനി ബെസന്റ്. ഇവര് അധ്യക്ഷ സ്ഥാനം വഹിച്ച വർഷം 1917. ഏത് സമ്മേളനം എന്ന് ചോദിച്ചാൽ അത് കൊൽക്കത്ത സമ്മേളനമാണ്. ആനി ബെസന്റ് ഒരു വിദേശ വനിതയാണ്. അപ്പോൾ INC പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വിദേശ വനിത ചോദിച്ചാലും ഉത്തരം ആര് തന്നെയാണ്, ആനി ബെസന്റ് തന്നെയാണ്. ഓക്കെ, ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ പ്രസിഡന്റ്. ഇന്ത്യൻ വുമൺ പ്രസിഡന്റ്, INCയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി, അത് സരോജിനി നായിഡുവാണ്. 1925 കാൺപൂർ സമ്മേളനത്തിലാണ് സരോജിനി നായിഡു INC പ്രസിഡന്റ് ആക്കുന്നത്. അപ്പോൾ INCയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബെസന്റ് ആണ്. INCയുടെ വനിതയാകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി സരോജിനി നായിഡുവാണ്. INC പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയ സരോജിനി നായിഡു. എങ്കിൽ INC പ്രസിഡന്റ് ആകുന്ന എത്രാമത്തെ വനിതയാ സരോജിനി നായിഡു എന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ വനിത. സെക്കൻഡ് വുമൺ പ്രസിഡന്റ് ആണ് സരോജിനി. INC പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ വനിത, ആദ്യത്തെ ഇന്ത്യക്കാരി. INC പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ വനിത, ആദ്യ ഇന്ത്യക്കാരി. ഓക്കെ, രണ്ടാമത്തെ വനിത, ആദ്യ ഇന്ത്യക്കാരി. INC പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിത ആനി ബെസന്റ്. ആദ്യത്തെ വിദേശ വനിത, അതും ആനി ബെസന്റ്. ഓക്കെ, അടുത്തത് INC പ്രസിഡന്റ് ആകുന്ന മൂന്നാമത്തെ വനിത നെല്ലിസൺ ഗുപ്ത. 1933 കൊൽക്കത്ത സമ്മേളനം. INC പ്രസിഡന്റ് ആകുന്ന മൂന്നാമത്തെ വനിത ആരാണ്, നെല്ലിസൺ ഗുപ്തയാണ്. 1933 കൊൽക്കത്ത സെക്ഷനിലാണ്. നമ്മൾ ഈ ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കുകയാണ് INC പ്രസിഡന്റ് ആകുന്ന വനിതകളെ പറ്റി. നമുക്കറിയാം, ഒന്നാമത്തെ വനിത ആനി ബെസന്റ് ആണ്. അവരാണ് ആദ്യത്തെ വനിതയും ആദ്യത്തെ വിദേശ വനിതയും. രണ്ടാമത്തെ വനിത സരോജിനി നായിഡു ആണ്. 25 കാൺപൂർ സെക്ഷനാണ്. അവരാണ് INC പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി എന്ന് നമുക്കറിയാം. എങ്കിൽ മൂന്നാമത്തെ INC പ്രസിഡന്റ് നെല്ലിസൺ ഗുപ്തയാണ് എന്ന് നമ്മൾ വിശദമായിട്ട് പഠിച്ചൊക്കെ പോകുമ്പോൾ PSC ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, INCയുടെ വനിതയായ മൂന്നാമത്തെ വ്യക്തി ആര്? നമുക്ക് സന്തോഷം വരുന്നു, നെല്ലിസൺ ഗുപ്ത. നമുക്കറിയാം, നമ്മൾ നേരെ ഓപ്ഷനിലേക്ക് പോകുന്നു. നെല്ലിസൺ ഗുപ്ത എന്നൊരു പേരവിടെ ഇല്ല. പിന്നെ പകരം തന്നിരിക്കുന്ന പേര്, നെല്ലിസൺ ഗുപ്തയുടെ യഥാർത്ഥ പേരല്ല നെല്ലിസൺ ഗുപ്ത, പകരം തന്നിരിക്കുന്ന പേര് എഡിത്ത് എലൻ ഗ്രേ എന്നാണ്. ഈ നെല്ലിസൺ ഗുപ്തയും ഒരു വിദേശ വനിത തന്നെയാണ്. ഓക്കെ, അപ്പോൾ INC പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ വിദേശ വനിതയാണ് നെല്ലിസൺ ഗുപ്ത. അവരുടെ യഥാർത്ഥ പേര് എഡിത്ത് എലൻ ഗ്രേ. നമ്മളത് ഒന്നും കൂടി പറയുന്നുണ്ട്, ആ സമയത്ത് കുറച്ചുകൂടി വിശദമായിട്ട് പറയാം. എഡിത്ത് എലൻ ഗ്രേ. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നു, INC പ്രസിഡന്റ് ആകുന്ന മൂന്നാമത്തെ വനിത നെല്ലിസൺ ഗുപ്ത ഇല്ലെങ്കിൽ പകരം ആര് കാണും? എഡിത്ത് എലൻ ഗ്രേ എന്ന പേര് കാണും. ഓക്കെ, അപ്പോൾ അവരാണ് INC പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ വിദേശ വനിത. കൺഫ്യൂഷൻ വരാതെ പഠിക്കുക. ആദ്യ വനിത ആനി ബെസന്റ്, ആദ്യത്തെ വിദേശ വനിത ആനി ബെസന്റ്. രണ്ടാമത്തെ വനിത സരോജിനി നായിഡു, ആദ്യത്തെ ഇന്ത്യൻ വനിത സരോജിനി നായിഡു. മൂന്നാമത്തെ വനിത നെല്ലിസൺ ഗുപ്ത, രണ്ടാമത്തെ വിദേശ വനിതയും നെല്ലിസൺ ഗുപ്ത. 1933 കൊൽക്കത്ത സെക്ഷൻ. നാലാമത്തെ വനിത ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി ആകുന്ന വർഷം ശ്രദ്ധിക്കുക, 1959 ഡൽഹിയിലെ സ്പെഷ്യൽ സെക്ഷനിലാണ്. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. അപ്പോൾ നമുക്ക് ഒരു പോയിന്റ് കൂടി പറയാം. എന്തെന്ന് പറയാം? 33 നെല്ലിസൺ ഗുപ്തൻ മൂന്നാമതായിട്ട് പ്രസിഡന്റ് ആകുന്നേ. അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു വനിത പ്രസിഡന്റ് ആകുന്നത് 59 അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ്. അപ്പോൾ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് INC ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യശേഷം INC പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിത ഇന്ദിരാഗാന്ധി. എല്ലാം കൂടി കൺഫ്യൂഷൻ ആകരുത്. 1959 ഇന്ദിരാഗാന്ധി INCയുടെ നാലാമത്തെ വനിത പ്രസിഡന്റ് ആകുന്നു. 59 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ സ്വാതന്ത്ര്യം ശേഷം INC പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിത ഇന്ദിരാഗാന്ധിയാണ്. അഞ്ചാമത്തെ വനിത സോണിയാഗാന്ധിയാണ്. ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്ന വ്യക്തി സോണിയാഗാന്ധിയാണ്. അത് 88 കൊൽക്കത്ത സമ്മേളനത്തിലാണ്. 1998 കൊൽക്കത്ത സമ്മേളനം. 1998 കൊൽക്കത്ത സമ്മേളനത്തിൽ INCയുടെ അഞ്ചാമത്തെ പ്രസിഡന്റായിട്ട് സോണിയാഗാന്ധി ആകുന്നു. ഇതിനകത്ത് നമ്മൾ എക്സ്ട്രാ പഠിച്ചൊരു പോയിന്റ്, നമ്മുടെ നെല്ലിസൺ ഗുപ്തയുടെ യഥാർത്ഥ പേര് എഡിത്ത് എലൻ ഗ്രേ എന്നാണ്. ഓക്കെ ആണേ? സെറ്റാണേ? ഓക്കെ ആണേ? അപ്പോൾ ആദ്യ പ്രസിഡന്റ് അറിയാം, ആദ്യ വിദേശി പ്രസിഡന്റ് അറിയാം, രണ്ടാമത്തെ INC പ്രസിഡന്റായ വനിത അറിയാം, രണ്ടാമത്തെ INC പ്രസിഡന്റായ വിദേശ വനിത അറിയാം, INC പ്രസിഡന്റാകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയെ അറിയാം.
നാലാമത്തെ വനിത ആരാണെന്നറിയാം. സ്വാതന്ത്ര്യത്തിന് ശേഷം INC പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിത അറിയാവോ? ഓക്കെ, നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് INCയിലെ വനിതാ സാന്നിധ്യം. ഇവരെ കൂടാതെ നമ്മൾ 2 വനിതകളുടെ പേരുടെ പഠിച്ചിട്ടുണ്ട്, കാദംബിനി ഗാംഗുലിയും പണ്ഡിത രമാഭായിയും. അവരുടെ പ്രത്യേകതകളും അറിയാം. അതാണ് നമ്മൾ നേരെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നു. അതിനു മുമ്പ് നോക്കുക, ദ സെക്കൻഡ് വുമൺ പ്രസിഡന്റ് ഓഫ് INC ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം INC പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ വനിത. എളുപ്പമാണ് കാര്യം, സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം 2 പേരെ ആയിട്ടുള്ളൂ, സോണിയാഗാന്ധിയും ഇന്ദിരാഗാന്ധിയും. അതിനകത്ത് ഒന്നാമത്തത് ഇന്ദിരാഗാന്ധി, അത് കഴിഞ്ഞിട്ട് പിന്നെ സോണിയാഗാന്ധിയാണ് ആകുന്നത്. ഓക്കെയാണ്. ശരി, നോക്കുക, അടുത്തത് ഫോറിൻ പ്രസിഡന്റ് ഓഫ് INCയുടെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്ന വിദേശികൾ ആരൊക്കെയെന്ന് നോക്കുക. INC പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്ന വിദേശികൾ. ഒന്നാമത്തത് ജോർജ് യൂള്. INCയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വിദേശി ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ജോർജ് യൂളാണ്. ഇദ്ദേഹം 1888 അലഹാബാദ് സമ്മേളനത്തിൽ INCയുടെ പ്രസിഡന്റ് ആകുന്നു. അപ്പോൾ INC പ്രസിഡന്റ് ആകുന്ന ആദ്യ വിദേശി, ദ ഫസ്റ്റ് ഫോറിൻ ഹു ബിക്കം ദ പ്രസിഡന്റ് ഓഫ് INC, ജോർജ് യൂൾ. 1888 അലഹാബാദ് സെക്ഷനിലാണ് എന്താകുന്നത്, INCയുടെ പ്രസിഡന്റ് ആകുന്നത്. അടുത്ത വ്യക്തി വില്യം ബെഡർബാൻ. 1889 1910 ഇദ്ദേഹം INC പ്രസിഡന്റ് ആകുന്നു. അപ്പോൾ INC പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ വ്യക്തി വില്യം ബെഡർബാൻ ആണ്. നോക്കിക്കേടെ, 2 പ്രാവശ്യം ഇദ്ദേഹം ആകുന്നുണ്ടല്ലേ. അപ്പോൾ ദ ഫസ്റ്റ് ഫോറിൻ ഹു ബിക്കം ദ INC പ്രസിഡന്റ് ട്വൈസ്. 2 തവണ INC പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ ഫോറിൻ. ഫസ്റ്റ് ഫോറിൻ ഹു ബിക്കം ദ INC പ്രസിഡന്റ് ട്വൈസ്. 2 തവണ INC പ്രസിഡന്റ് ആകുന്ന ആദ്യ വിദേശിയാണ് വില്യം ബെഡർബാൻ. അപ്പോൾ INC പ്രസിഡന്റ് ആകുന്ന ആദ്യ വിദേശി ജോർജ് യൂൾ, 1888 അലഹാബാദ് സെക്ഷൻ. തൊട്ടടുത്ത വർഷം 1889 വില്യം ബെഡർബാൻ ബോംബെ സെക്ഷനിൽ INC പ്രസിഡന്റ് ആകുന്നു. തുടർന്ന് 1910 ഇദ്ദേഹം വീണ്ടും അലഹാബാദ് സെക്ഷനിലും INC സമ്മേളനത്തിന്റെ അധ്യക്ഷനാകുന്നു. അപ്പോൾ അങ്ങനെ 2 സമ്മേളനങ്ങൾ അധ്യക്ഷനാകുന്ന ആദ്യ വിദേശി വില്യം ബെഡർബാൻ ആണ്. ആൽഫ്രഡ് വെബ് 1894 മദ്രാസ് സെക്ഷൻ INC പ്രസിഡന്റ് ആകുന്ന മൂന്നാമത്തെ വിദേശി ആൽഫ്രഡ് വെബ്. അടുത്ത ആളുടെ പേര് നമുക്കറിയാം. അടുത്ത ആളുടെ പേര് ഹെൻറി കോട്ടൺ എന്നാണ്. ഇദ്ദേഹം 1904 ബോംബെ സെക്ഷനിൽ INC പ്രസിഡന്റ് ആകുന്നുണ്ട്. 4 ആളുകളുടെ പേര് നമ്മൾ പഠിച്ചു. ആദ്യത്തെ പ്രസിഡന്റ് ആരാടെ പറഞ്ഞേ ജോർജ് യൂൾ. രണ്ടാമത്തെ വ്യക്തി ആരാ പറഞ്ഞേ വില്യം ബെഡർബാൻ. ഇദ്ദേഹം ഏതൊക്കെ സമ്മേളനങ്ങളിൽ അധ്യക്ഷനാകുന്നേ പറഞ്ഞേ? 89 ബോംബെയും 1910 അലഹാബാദ്. എല്ലാവരും പറയുന്നുണ്ടോ? ഒരു ഉപേക്ഷയും വിചാരിക്കരുത്. ഇതൊക്കെ നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ടോപ്പിക്കാണ്, പക്ഷേ ഇത് തിരിഞ്ഞു പോകും, അങ്ങോട്ടും ഇങ്ങോട്ടും പേരുകൾ തിരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എവിടെ ഇരുന്നാണോ ഈ ക്ലാസ് കാണുന്നത്, ഒരു മടിയും വിചാരിക്കരുത്, ഉറച്ച് പറഞ്ഞ് പഠിച്ച് തന്നെ പോവുക. എങ്കിൽ എന്താണ് വില്യം ബെഡർബാന്റെ പ്രത്യേകത? 2 തവണ INC പ്രസിഡന്റ് ആകുന്ന ആദ്യ വിദേശി. എങ്കിൽ അത് കഴിഞ്ഞിട്ട് ആരാകുന്നു? ആൽഫ്രഡ് വെബ് ആകുന്നു. ഏത് സമ്മേളനമാടെ പറഞ്ഞേടാ? 1894 മദ്രാസ് സെക്ഷൻ. അത് കഴിഞ്ഞിട്ട് ഹെൻറി കോട്ടൺ എന്ന് പറയുന്ന വ്യക്തി 1904 ബോംബെ സെക്ഷനിൽ INC പ്രസിഡന്റ് ആകുന്ന വിദേശിയാണ്. അടുത്ത ആൾ നോക്കുക, ആനി ബെസന്റ്. നമ്മൾ പഠിച്ചതാണ്. 1917 കൊൽക്കത്ത സെക്ഷൻ INC പ്രസിഡന്റ് ആകുന്ന 5ാമത്തെ വിദേശിയാണ് ആനി ബെസന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ വിദേശ വനിതയും ആനി ബെസന്റ് ആണ്. ആദ്യമായിട്ടൊരു വനിതയാകുന്നതും ആര് തന്നെയാണ്? ആനി ബെസന്റ് ആണ്. 17 കൊൽക്കത്ത സമ്മേളനമാണ്, കൺഫ്യൂഷൻ ഇല്ല. അടുത്ത വനിത നെല്ലീസൺ ഗുപ്ത, 93 കൊൽക്കത്ത സമ്മേളനം. ഇവരുടെ പ്രത്യേകത INC പ്രസിഡന്റ് ആകുന്ന 3ാമത്തെ വനിത, 2ാമത്തെ വിദേശ വനിത, സെക്കൻഡ് ഫോറിൻ വുമൺ. ആരാണ്? നെല്ലീസൺ ഗുപ്തയാണ്. ഒറിജിനൽ നെയിം ഓഫ് നെല്ലീസൺ ഗുപ്ത ഞാൻ നേരത്തെ പറഞ്ഞതാണ്. നെല്ലീസൺ ഗുപ്തയുടെ യഥാർത്ഥ പേര് എഡിത്ത് എലൻ ഗ്രേ എന്നാണ്. എഡിത്ത് എലൻ ഗ്രേ. അപ്പോൾ ചിലപ്പോൾ നമ്മളോട് ചോദിക്കും INC പ്രസിഡന്റ് ആകുന്ന 2ാമത്തെ വിദേശ വനിത ആര് എന്ന്. നമുക്കറിയാം നെല്ലീസൺ ഗുപ്തയാണ് എന്ന്. നമ്മൾ ഓടിപ്പോയി ഉത്തരം എഴുതാൻ പോകുമ്പോൾ നെല്ലീസൺ ഗുപ്ത കാണില്ല, പകരം എഡിത്ത് എലൻ ഗ്രേ എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് എഴുതുക. കാരണം നെല്ലീസൺ ഗുപ്തയുടെ യഥാർത്ഥ പേര് എഡിത്ത് എലൻ ഗ്രേ ആണ്. ഇവരൊരു വിദേശ വനിതയാണ്. ഇവര് INC പ്രസിഡന്റ് ആകുന്ന 3ാമത്തെ വനിതയാണ്. 2ാമത്തെ വിദേശ വനിതയാണ്. 6ാമത്തെ വിദേശിയാണ് അല്ലെ. ആദ്യം ജോർജ് യൂൾ ആകുന്നു,
വില്യം വെഡർബാൻ ആകുന്നു, അത് കഴിഞ്ഞിട്ട് ആൽഫ്രഡ് വെബ് ആകുന്നു, പിന്നെ ഹെൻറി കോട്ടൺ ആകുന്നു, പിന്നെ ആനി ബെസന്റ് ആകുന്നു. 5 പേരായി. 6ാമത്തെ വനിത, 6ാമത്തെ വിദേശി നെല്ലിത്തൻ ഗുപ്ത, 3ാമത്തെ വനിത, 2ാമത്തെ വിദേശ വനിത. ക്ലിയർ ആണോ? 6ാമത്തെ വിദേശി നെല്ലിസൺ ഗുപ്ത. ഇവര് INC പ്രസിഡന്റ് ആകുന്ന 3ാമത്തെ വനിതയാണ്, 2ാമത്തെ വിദേശ വനിതയുമാണ്. അപ്പോൾ ഇതിൽ എങ്ങനെ വേണോ ചോദിക്കാം, ഏത് ചോദിച്ചാലും നമ്മൾ ഉത്തരം എഴുതിയേ പറ്റൂ. ഓക്കെ അല്ലേ? എങ്കിൽ അടുത്തൊരു പോയിന്റ്, ദ ഒഫീഷ്യൽ ഹിസ്റ്റോറിയൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒഫീഷ്യൽ ഹിസ്റ്റോറിയൻ ആരാണ്? INCയുടെ ഔദ്യോഗിക ചരിത്രകാരൻ, അതാണ് ഒഫീഷ്യൽ ഹിസ്റ്റോറിയൻ എന്ന് പറയുന്ന വ്യക്തി പട്ടാഭി സീതാരാമയ്യരാണ്. നല്ലൊരു പോയിന്റാണ്. ദ ഒഫീഷ്യൽ ഹിസ്റ്റോറിയൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, INCയുടെ ഒഫീഷ്യൽ ഹിസ്റ്റോറിയൻ ആണ് പട്ടാഭി സീതാരാമയ്യർ എന്ന് പറയുന്നത്. ഒരിക്കലും മറക്കരുത്. ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം എന്ന് പറയുന്ന ബുക്ക് എഴുതിയ വ്യക്തിയാണ് പട്ടാഭി സീതാരാമയ്യർ. ഈ ബുക്ക് 1935 പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ബുക്കിന്റെ കർത്താവ് ഒഫീഷ്യൽ ഹിസ്റ്റോറിയൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന വ്യക്തിയായ പട്ടാഭി സീതാരാമയ്യർ ആണ്. ഇദ്ദേഹത്തിന്റെ ബുക്കാണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 1935 പബ്ലിഷ് ചെയ്യുന്നു. ഈ ബുക്കിന് ആമുഖം എഴുതിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ പറയുക, ദ ഫോർവേഡ് ഓഫ് ദ ബുക്ക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പട്ടാഭി സീതാരാമയ്യർ എഴുതിയ ബുക്കാണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഈ ബുക്കിന് ആമുഖം എഴുതിയ വ്യക്തിയുടെ പേരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ദ ഫോർവേഡ് ടു ദ ബുക്ക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് റിട്ടൺ ബൈ. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ബുക്കിന്റെ ആമുഖം എഴുതിയ വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഈ ഒരു പോയിന്റ് നമ്മൾ പഠിച്ച പോയിന്റാ. ഫസ്റ്റ് കോൺഗ്രസ് പ്രസിഡന്റ് ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ, സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയിലെ ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ്. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ആരാണ്? JB കൃപലാനിയാണ്. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് INC പ്രസിഡന്റ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം INC പ്രസിഡന്റ് ആകുന്ന വ്യക്തിയാണ് പട്ടാഭി സീതാരാമ അയ്യർ. ഓക്കെ, ഇദ്ദേഹത്തെ എന്നും നമ്മൾ അറിയപ്പെടും കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ, ദ ഒഫീഷ്യൽ ഹിസ്റ്റോറിയൻ ഓഫ് INC. ഇദ്ദേഹത്തിന്റെ ബുക്കാണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിന് ഫോർവേഡ് അല്ലെങ്കിൽ ആമുഖം എഴുതിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമ്മൾ ഈ INC എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ 2ാമത്തെ സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് നമ്മൾ ഈ 2ാമത്തെ ക്ലാസ്സിൽ പഠിച്ച ആ ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. ഓക്കെ,